ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തേത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ടാരോട്ടിൻ്റെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്കിന്നൊന്ന് ചെക്ക് ചെയ്യാം. ജെൻഡർലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഇതിനകത്ത് നമ്മൾ കാർഡ് വരുന്നതനുസരിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പറയും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതെൻ്റെ ജീവിതത്തിലുള്ള അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അത് തള്ളിക്കളയുക. അതുപോലെ പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ എനിക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് ആക്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ആക്സ് എന്ന് വെച്ചാൽ ഒരു ബ്രേക്കപ്പ്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഒരു ബ്രേക്കപ്പ് കാണുന്നുണ്ട്, ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പിന്തുടർന്ന് വരികയാണെങ്കിൽ സ്റ്റോപ്പ് ദാറ്റ് പാറ്റേൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ടൈം ഓഫ് എ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ആരെയോ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇതെല്ലാമാണ് ആക്സിൽ കാണുന്നത്. രണ്ടാമത് നമുക്ക് ക്ലോക്കാണ്. ക്ലോക്ക് എന്ന് വെച്ചാൽ എല്ലാത്തിനും ടൈം വേണം. നമുക്ക് ഹീൽ ചെയ്യാനും ടൈം വേണം. ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാനും ടൈം വേണം. ചാടി പിടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം വേണം. ക്ഷമയോടുകൂടി ആ ഒരു സമയം, അതായത് ദുഃഖത്തിൻ്റെ ആ സമയം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, പ്രോഗ്രസ് എന്തായാലും ഉണ്ടാവും. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഓറക്കിൾ കാർഡിൻ്റെ എനർജി. മാത്രമല്ല ഈ ടൈം നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാരോട്ട് കാർഡിൻ്റെത്. ടാരോട്ട് കാർഡ് 5 ഓഫ് കപ്സ് ആണ് എനർജിയായിട്ട് വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ചില കാര്യങ്ങളൊന്നും നടന്നില്ല. ഓക്കെ, അതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ട്. നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്ത് കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാത്തത്, അത് എന്തുകൊണ്ട് നടന്നില്ല, എന്തുകൊണ്ടത് ഫെയിലായിപ്പോയി എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അതിൽ കറക്ഷനൊന്നുമില്ല. എന്തുകൊണ്ടതങ്ങനെ ഫെയിലായിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, വാട്ടർ സൈനാണ്. റിഗ്രറ്റ്, ഫെയിലുവർ, ഡിസപ്പോയിൻമെൻറ്റ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എനർജി ആയിട്ട് നിൽക്കുന്നത്. സ്കോർപ്പിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഓക്കെ, അപ്പോൾ ഒന്നും മിണ്ടാൻ വയ്യാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ത്രോട്ട് ചക്ര ഇവിടെ ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് നമുക്ക് 8 ഓഫ് സോഡ്സ് ആണ്. 8 ഓഫ് സോഡ്സും ഇതുപോലെ തന്നെ ഒരാളുടെ കണ്ണും കൈയും എല്ലാം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും വാളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ സ്വന്തമായിട്ട് വിചാരിക്കുന്നത് അയാളൊരു ട്രാപ്പിലാണെന്നാണ്. ഓക്കെ, പക്ഷേ ടാരോട്ട് പറയുന്നത് നിങ്ങളെ ആരും ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് നിങ്ങൾ ട്രാപ്പിലാണ് എന്ന് തോന്നുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാല് രണ്ടും ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ കാല് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാം. പക്ഷെ നിങ്ങൾ നെഗറ്റീവ് തിങ്കിങ് മൂലമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. ജെമിനിയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ, എയർ സൈനാണ്. അടുത്ത കാർഡ് നോക്കാം. മൂന്നാമത്തെ കാർഡ് പേജ് ഓഫ് വാൺസിൻ്റെ കാർഡാണ്. ഈ പേജ് ഓഫ് വാൺസ് പറയുന്നത് ഒരു എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളിനെയാണ് പേജ് ഓഫ് വാൺസ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സോളിഡ് പ്ലാനൊന്നുമില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതും നിങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. അതാണ് ഈ പേജ് ഓഫ് വാൺസിൻ്റെ ഒരു പ്രത്യേകത. ആരംഭശൂരത്വം എന്നൊക്കെ പറയൂലേ, അതുപോലെ നിൽക്കുന്ന ഒരാളാണിത് പേജ് ഓഫ് വാൺസ്. ലിയോ, സാഗിറ്റേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അടുത്തത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ വീണ്ടും ഒരു സ്നേഹം, ഒരു ഓഫറുമായിട്ട് നിങ്ങൾക്കാരോ വരുന്നുണ്ട്. ഒരു ഓഫർ, ഒരു പ്രപ്പോസൽ, ഇതെല്ലാമായിട്ട് നിങ്ങളടുത്തേക്ക് ആരോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ടാരോട്ട് പറയുന്നത് ഫോളോ യുവർ ഹാർട്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാനാണ് പറയുന്നത്. ഓക്കെ,
ഫോളോ യുവർ ഡ്രീംസ്, ഫോളോ യുവർ പാഷൻ, ഇങ്ങനെയൊക്കെയാണ് ഇത് പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സ്, അക്വേറിയസ്, പൈസിസ് എന്നിവയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അടുത്തത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിനായിട്ടിരിക്കണം, നിങ്ങളുടെ വെൽത്ത് മാനേജ്മെൻറ്റ് നിങ്ങൾ നല്ലതുപോലെ ചെയ്യണം. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഏരീസ് ആൻഡ് ടോറസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഏസ് ഓഫ് വാൻഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്യുവർ പൊട്ടൻഷ്യൽ, ചില ഐഡിയാസ് ആർ ഫ്ലോയിങ് എന്നാണ് പറയണത്. ടാരോട്ട് നിങ്ങൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെ തരുകയാണ്. ഒരു പുതിയ പാത നിങ്ങളുടെ മുന്നേ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. അതുമായിട്ട് നിങ്ങൾ അലൈൻ ചെയ്ത് കൂടുതൽ ഹയർ സെൽഫുമായിട്ട് അലൈൻഡ് ആവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ലിയോ സഗിറ്റാരിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻസ്. അവസാനമായിട്ട് വന്നിരിക്കുന്നതും ഏസ് ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നൊരു എനർജിയാണ്. ഇതിനകത്തും പുതിയ ഐഡിയാസ്, പുതിയ ബിഗിനിങ്സ്, പുതിയ പ്രോജക്റ്റ്, പുതിയ പ്ലാൻ, ബ്രേക്ക് ത്രൂസ്, ഇതൊക്കെയാണ്. എല്ലാം പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റിയും മെൻ്റൽ ക്ലാരിറ്റിയും വെച്ചിട്ട് നിങ്ങൾ ഓരോന്ന് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇത് മറ്റൊരു കാര്യം, ചില ഗുഡ് ന്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ ദിവസം. എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഗുഡ് ന്യൂസ് വരും എന്നാണ് പറയുന്നത്. ജെമിനി, ലിബ്ര, അക്വേറിയസ്, ഇതാണ് സോഡിയാക് സൈൻസ്. അതുപോലെ ഇത് റീഡിങ്ങിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. ഇപ്പോൾ ആരംഭമാണ്, അല്ലെങ്കിൽ കുറച്ച് വിഷമഘട്ടങ്ങളൊക്കെ ആണെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാകും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ മനസ്സ് കഴിയുന്നത്രയും ഫ്രീ ആക്കി വെച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അക്വേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. റിന്യൂവൽ ഉണ്ടാകും, അതാണ് ഇവിടുത്തെ ഒരു എനർജി. അത്രയേ ഉള്ളൂ. താങ്ക് യു.